ഒന്നിനെയും ഞങ്ങൾ എതിർക്കില്ല. ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ്. ഞാൻ അതിന് ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ്. ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ CPM പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് FIR ഇല്ല, കംപ്ലൈൻ്റ് ഇല്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, എന്തൊക്കെ പറയട്ടെ. CPM നേതാക്കൾ ഓരോ ഇതിലും പെടുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾ കൂടിയാലോചിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസായിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ്. അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിൻ്റെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഇതുകൂടിയാണ്. അതിൻ്റെ പേരിൽ എന്ത് ആക്ഷേപം കേൾക്കാൻ എന്തു പറഞ്ഞാലും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ CPM ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഡെയിലി 10 കാർഡും 10 വീഡിയോയും ഇറക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട്, ഒരുപാട് കാർഡുകൾ. ഞാൻ ദുബായി പോയപ്പോൾ ജീൻസ് ഇട്ടെന്നും പറഞ്ഞ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജീൻസ് ഇടാറുള്ള ആളാണ്, എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാറുള്ള ആളാണ്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കണ്ട് ചെയ്യുന്നു. അതിലൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല നമ്മളാരും. വരട്ടെ, നമുക്ക് കാണാം. സഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടാവും. അല്ല, അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇപ്പം ഞാൻ CLP ലീഡറാണ്. ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ടത്. ആ തീരുമാനം അല്ലേ, ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ നേരത്തെ എന്തിനാണ് പറയണത്? എനിക്കൊറ്റയ്ക്ക് പറയാൻ പാടില്ല. ഞാനാണത് പറയേണ്ട ആൾ. വേറെ ആരുമല്ല പറയേണ്ടത്, ഞാനാണ് പറയേണ്ടത്. പക്ഷേ അത് ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് പറയാൻ പാടില്ല. ഞങ്ങൾ ആ സമയത്ത്, അതാത് സമയത്ത് ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കുന്നുണ്ട് നേതൃത്വം. ഈ കാര്യം മാത്രമല്ല, വേറെ ഒരുപാട് കാര്യം. കളക്റ്റീവ് ലീഡർഷിപ്പാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. UDFനും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണുള്ളത്, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ. ഞങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുകയാണ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് അന്വേഷണങ്ങൾ നടക്കട്ടെ, ഞങ്ങൾ സഖാക്കളെ പോലെയല്ല, സഖാക്കൾ അവരുടെ മുന്നിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ കേസില്ല, അന്വേഷണമില്ല, പരാതിയില്ല, തെളിവുകളില്ല, FIR ഇല്ല, അങ്ങനെ പല തടസ്സങ്ങളും പല കാര്യങ്ങളും പല കുറുക്കു വഴികളും പറഞ്ഞുകൊണ്ട് സഖാക്കളായിട്ടുള്ള ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ടവരെ സംരക്ഷിക്കുകയായിരുന്നു ഇത്രയും കാലം. ബട്ട് ഞങ്ങൾ അതുപോലെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എല്ലാ വാതിലുകളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കൊട്ടിയടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമധ്യത്തിലും സമൂഹത്തിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ പ്രതിപക്ഷ നേതാവ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ, ആ നിലപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത കാര്യം, ഇതൊക്കെ ഇച്ചിരി ചാടി വീണുള്ള, അതല്ലെങ്കിൽ കുറച്ചുകൂടി ധൃതിപിടിത്തുള്ള, തിടുക്കം കൂട്ടിയുള്ള ഒരു നടപടിയായിപ്പോയി. ഒന്നുകൂടി ആലോചിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പരിശോധിച്ച് അതിൽ ശരിയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നടപടികൾ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു പ്രതിപക്ഷ നേതാവ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന ഒരു നടപടികളിലും ഒരു പുനരാലോചനയുമില്ല, അതിൽ പിന്നോട്ടില്ല. ആ നിലപാട്, ആ തീരുമാനം, അത് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് VD സതീശൻ. അതോടൊപ്പം VD സതീശൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് VD സതീശൻ പറയുന്നത്, ഇതിന്റെ ഒക്കെ ഉത്തരവാദി ഞാനാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാത്തിനെയും ഉത്തരവാദി താൻ മാത്രമായിരിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഈ ഒരു അവസരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമോ വ്യക്തി വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ ദേഷ്യങ്ങളോ അല്ലെങ്കിൽ അലോഹ്യമോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആള് തന്നെയാണ്. ബട്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തിടുക്കം, ഒരു ചാടി വീഴൽ, ഒരു തിരക്ക് കൂട്ടിയിട്ടുള്ള ഒരു നിലപാട്,
അത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലേ എന്നുള്ള ഒരു സംശയം അവിടെ ബാക്കിയാവുകയാണ്. കാരണം അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. പിന്നെ ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നമുക്കെല്ലാവർക്കും അതിൽ രണ്ടഭിപ്രായമില്ല. അങ്ങനെ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അയാളെ ശിക്ഷിക്കപ്പെടണം, അയാൾക്കെതിരെ നടപടി ഉണ്ടാവണം. അതിന് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ആര് തന്നെ ആയാലും നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ്. ബട്ട് അതല്ല കാര്യം. ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനപരമായ അതിൻ്റെ വസ്തുത, അതിൻ്റെ ന്യായം, അതിൻ്റെ മൊറാലിറ്റി, അതിൻ്റെ ലോജിക്ക് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു ബാധ്യത പ്രതിപക്ഷ നേതാവായിരിക്കെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരിക്കെ അദ്ദേഹത്തിന് ഇല്ലായിരുന്നോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കാരണം ഒരു പൊതുവെ രാഹുലിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ടവനല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് ഇത് അങ്ങയെ ഭീഷണിപ്പെടുത്തുകയോ അങ്ങയെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അങ്ങയെ മോശമാക്കാനോ അല്ലെങ്കിൽ അങ്ങയെ പരിഹസിക്കുവാനോ ഇതിനൊന്നും വേണ്ടിയല്ല. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമൊന്ന് കേൾക്കണമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഉയർന്നു വന്ന പരാതിക്ക് പിന്നിലുള്ള ഗൂഢാലോചന, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാനും അതിനെ പരിശോധിക്കുവാനുള്ള ഒരു സമയം അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു നടപടി എന്താണെങ്കിലും. ഇനി അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ട് താങ്കൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ ഇത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇത് തുറന്നു പറയണം ഇപ്പോ. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ മുഖമായിരുന്നു. ആ വ്യക്തിയെ ആളുകൾ കണ്ടു തുടങ്ങിയത്, അയാളിലെ കഴിവുകളെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്, അയാൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് അയാളുടെ മുഖവുമായി അയാളുടെ നാവുമായി അയാളുടെ വാക്കിന്റെ ശക്തി കൊണ്ട് അയാൾ ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുമ്പോൾ അങ്ങനെയാണ് അയാൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് അങ്ങനെ ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗം പറയാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ന്യായത്തിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ അയാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ പലരും വേട്ടയാടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ ആരോപണങ്ങളിൽ അയാൾക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം വസ്തുതാപരമാണ് എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കേണ്ട ഒരു ബാധ്യത പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. കാരണം അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ലേ, അയാൾ അങ്ങനെ ഒരു മുറിക്കുള്ളിൽ കഴിയേണ്ടവനല്ല, അയാൾ അങ്ങനെ വേട്ടയാടപ്പെടേണ്ടവനല്ല. അയാൾ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. അയാൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ വാക്കുകളും ചിലവഴിച്ച വ്യക്തിയാണ് അയാൾ. അപ്പൊ അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല. പിന്നെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നത് എന്ന് പറയുന്നത് അത് ഈ സമൂഹത്തിൽ വരുന്ന അങ്ങയെ ആരും അധിക്ഷേപിച്ചിട്ടില്ല, അങ്ങയെ ആരും കടന്നാക്രമിച്ചിട്ടുമില്ല. അങ്ങ് എടുത്ത തീരുമാനം അത് എടുത്തു ചാടിയുള്ള ഒരു തീരുമാനം മാത്രമായിപ്പോയി എന്നുള്ള ഒരു പരാതി അത് പ്രവർത്തകർക്കിടയിലുണ്ട്, കോൺഗ്രസിന്റെ അനുഭാവികൾക്കിടയിലുണ്ട്, UDF പ്രവർത്തകർക്കിടയിലുണ്ട്, ഇതൊന്ന് ഉയർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കിടയിലുണ്ട്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് അയാളെ മാറ്റി നിർത്തപ്പെടുന്നതിനെ ചോദ്യം ചെയ്യുന്നത്. ആ വ്യക്തിയെ പ്രസ്ഥാനം സംരക്ഷിക്കണം, അയാൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അയാളെ പാലക്കാടിന്റെ മണ്ണിലേക്ക് വീണ്ടും എത്തിക്കണം. അയാളെ പാലക്കാടിന്റെ മണ്ണിൽ അയാൾ തുടങ്ങി വെച്ച ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങളുണ്ട്, അതുമായി മുന്നോട്ട് പോകാൻ അയാളെ സഹായിക്കണം. ഇതിനൊക്കെ പിൻബലം കൊടുക്കേണ്ടത് ആരാണ്? പ്രസ്ഥാനമാണ്. കാരണം പ്രസ്ഥാനം തളർന്നു പോയെടുത്ത് പ്രസ്ഥാനത്തിന്റെ മേൽ ആരോപണങ്ങളും കുതിര കയറുവാനും പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കുവാനും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം തുനിഞ്ഞിറങ്ങിയപ്പോ അന്ന് ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചവനായി പറയുന്ന രാഹുൽ മാങ്കൂട്ടം. അപ്പോ ഇന്ന് അയാൾക്കൊരു പ്രതിസന്ധി വരുമ്പോ അതിന്റെ ആഴം അളന്നു നോക്കേണ്ട, അതിന്റെ വസ്തുത അളന്നു നോക്കേണ്ട ഒരു ബാധ്യത പ്രസ്ഥാനത്തിനില്ലേ? പിന്നെ എന്തിനാണ് അയാൾ എങ്ങനെ പടിയടച്ച് പിണ്ടം വെക്കുന്നത്? എന്താണ് പ്രതിപക്ഷ നേതാവ് അങ്ങ് പറയുന്നത്? തീരുമാനങ്ങളൊക്കെ നല്ലത് തന്നെ, അങ്ങ് ഈ പാർട്ടി പ്രവർത്തകന്റെ തല കുനിഞ്ഞു പോകരുത് എന്ന് ആലോചിച്ചിട്ടാണ് അങ്ങ് ഈ തീരുമാനമെടുത്തത്. നമ്മൾ അതിനൊന്നും എതിര് പറയുന്നില്ല, ചെയ്ത പ്രവർത്തികളൊക്കെ നല്ലത് തന്നെ. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആരോപണം ഉയർന്നു വന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്.
അന്വേഷിക്കാൻ ഇറങ്ങിയ ഇവിടുത്തെ പിണറായിയുടെ പോലീസിന് പോലും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയാതെ അവർ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് ഇനിയെങ്കിലും രാഹുലിനെ തിരിച്ചറിയാനും അയാളുടെ ഭാഗം കേൾക്കുവാനും തയ്യാറായിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത പ്രസ്ഥാനത്തിനില്ലേ പ്രതിപക്ഷ നേതാവ്? അങ്ങ് ഇങ്ങനെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു കഴിഞ്ഞാൽ എടുത്ത തീരുമാനങ്ങളിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, പിഴവ് എന്നല്ല ഞാൻ അതിനെ പറയുന്നത്, നമ്മൾ എടുത്ത തീരുമാനം അത് പിഴവാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ആ എടുത്ത തീരുമാനം അതൊന്ന് പുനഃപരിശോധിക്കാമല്ലോ. അതിൻ്റെ ഒരു ലോജിക്ക്, അതിൻ്റെ ഒരു മൊറാലിറ്റി, അതിൻ്റെ ഒരു സാധുത നോക്കിയിട്ട് അതൊന്ന് പുനഃപരിശോധിക്കാമല്ലോ. അതെങ്കിലും ചെയ്തിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചെത്തിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത് അങ്ങല്ലേ ആ ഒരു യുവജന നേതാവിന്, ആ ഒരു യുവാവിന് വേണ്ട പിന്തുണകൾ നൽകി അയാളെ ചേർത്ത് പിടിക്കേണ്ടത് അങ്ങല്ലേ? പിന്നെ ഇങ്ങനെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതൊരു രീതിയാണോ? അത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് അങ്ങയെ അധിക്ഷേപിക്കുവാനോ അങ്ങയെ കടന്നാക്രമിക്കുവാനോ ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഫീൽ ചെയ്യുന്നതാണ്. കാരണം ആരോപണം ഉയർന്ന അന്ന് മുതൽ ആരോപണം ഉന്നയിച്ചവരെയും കാണുന്നുണ്ട്, ആരോപിക്കപ്പെട്ട വ്യക്തിയെയും നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ട് സാങ്കല്പികമായ ഇരകളെയും തെളിവുകളെയും AI ജനറേറ്റഡ് തെളിവുകൾ അടക്കം ഉണ്ടാക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ്, വ്യക്തമായ രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ മറുപടികൾ അല്ലെങ്കിൽ അങ്ങയോട് ഇത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ മുന്നോട്ട് വെക്കുന്നത്. അത് അങ്ങ് കണ്ടില്ലെന്ന് അല്ലെങ്കിൽ അത് കണ്ടിട്ടും അത് ഉൾക്കൊള്ളില്ല എന്നുള്ള ഒരു വാശി അത് അങ്ങേക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. എന്നെ പോലെയുള്ള എത്രയോ സാധാരണക്കാരായ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് താഴെ പോലും വന്ന് കമന്റ് ചെയ്ത് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന, ഞങ്ങൾ സദാസമയം പ്രാർത്ഥനയിലാണ്. സത്യം തെളിയാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിലാണ്. ദൈവം പ്രാർത്ഥനയ്ക്കൊപ്പം ഉണ്ടാകും, അയാളുടെ തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എത്ര അമ്മമാരാ വന്നിട്ട് കമന്റ് ചെയ്യുന്നത്. അപ്പോ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട നേതാവേ, അങ്ങ് ഇതൊന്നും മനസ്സിലാക്കണം. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കാം. ബട്ട് അതല്ലല്ലോ രീതി. കാരണം അയാൾ ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിച്ചവരിൽ മുന്നിൽ നിൽക്കുന്ന മുന്നണി പോരാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അയാളെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര, മുന്നോട്ടുള്ള യാത്ര, അത് ഈ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. അത്രയേ പറഞ്ഞുള്ളൂ. അങ്ങ് എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാ വാതിലുകളും കുട്ടിയടക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങ് ഇതൊന്ന് കേൾക്കണം, ഇതൊന്ന് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട, അങ്ങൊന്ന് പുനർവിചിന്തനം നടത്താൻ തയ്യാറാകണം.